ഡോക്ടർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയിലേക്ക് ഒന്ന് പോവുകയാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, നമുക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഈ ദുരൂഹത നീങ്ങാൻ വേണ്ടി അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ചിലത് ഇപ്പോൾ നമുക്കറിയാവുന്ന അറിയേണ്ടത് എന്താണ്? ഒന്ന്, എപ്പോൾ മരിച്ചു, എങ്ങനെയാണ് മരിച്ചത്, അതായത് മരണകാരണം എന്താണ്? ഈ രണ്ട് കാരണങ്ങളാണ് പൊതുവെ ആദ്യം പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഇത് രണ്ടിനും ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അത് കിട്ടിയാൽ തന്നെ അതെപ്പോഴാണത് നമുക്ക് കൂടുതൽ ഇതിൽ ആകാംക്ഷ ഉണ്ടാകുക, ഇതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തി നോക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുക? എന്തൊക്കെയാണ് അറിയേണ്ടത്? അല്ല, ഇത് നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ മരണം പലതരത്തിലുള്ള മരണങ്ങളുണ്ട്. നോർമൽ ഡെത്ത്, അൺനാച്ചുറൽ ഡെത്ത്, കൊലപാതകം. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ ഈ സംഭവത്തിൻ്റെ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് തന്നെ ഡൂബിയസ് ആണ്, സംശയകരമാണ്. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. കാരണം ഈ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ ആരെയും അറിയിക്കാതെ, തൊട്ടടുത്ത ആളുകളെ പോലും അറിയിക്കാതെ, നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കുന്ന ഒരു സ്ഥാപിതമായ ഇതെല്ലാത്തിൻ്റെയും എതിരായിട്ട് ഇത് മറവ് ചെയ്യാൻ ശ്രമിച്ചു. നമുക്കറിയാം, മൃതദേഹത്തോടെ, ഡെഡ് ബോഡിയോടെ അനാദരവ് കാണിക്കുന്നത് പോലും ക്രിമിനൽ ഒഫൻസായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. കൊലപാതകം മാത്രം, ഒരു മൃതദേഹം, നോർമലായിട്ടുള്ള ഒരു മൃതദേഹത്തോട് പോലും ആരെങ്കിലും അനാദരവ് കാണിച്ചാൽ ആ അനാദരവ് ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇപ്പോഴത്തെ BNS അനുശാസിക്കുന്ന നിയമത്തിൻ്റെ പ്രകാരം അപ്പോൾ അത്രയ്ക്ക് മൃതദേഹത്തോട് പോലും ബഹുമാനം കാണിക്കണമെന്ന് പറയുന്ന നിയമവും ഭരണഘടനയുമുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരു മൃതദേഹം, ഒരാൾ മരിച്ചതിന് ശേഷം അതിനെ മടക്കി ഏതോ രീതിയിൽ വെച്ചിരുന്നു എന്നൊക്കെയുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കോൺട്രഡിക്റ്റീവായിട്ടുള്ള മൊഴികൾ, ഇതെല്ലാം സംശയകരമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ്, അല്ലെങ്കിൽ പോലീസും ജില്ലാ ഭരണകൂടവും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവുമായി, അല്ലാതെ വെറുതെ പോയതല്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ശരിവെക്കുകയും അത് പൊളിച്ചുകൊണ്ട് ആ മൃതദേഹം പുറത്തെടുക്കുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇവിടെ ഡോക്ടറുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ മരണകാരണം, ടൈം ഓഫ് ഡെത്ത് അപ്രോക്സിമേറ്റ്ലി അറിയാൻ കഴിയും. മരണകാരണം എന്ത് സാഹചര്യത്തിലാണ് മരിച്ചതെന്ന് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഈ മൃതശരീരത്തിൽ നിന്നും അതിൻ്റെ വിസ്ര എടുത്ത് പരിശോധനയ്ക്ക് അയക്കും. കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം വരുമ്പോൾ തന്നെ യാതൊരു സംശയവും വേണ്ട, ഇതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എന്ത് സാഹചര്യത്തിലാണ് ഇയാൾ മരണപ്പെട്ടത്, അല്ലെങ്കിൽ എന്ത് അവസ്ഥയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്, അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ അതെല്ലാം മറന്നേക്ക് പുറത്തു വരും. അത് യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. എന്നാൽ ആ മരിച്ചതിന് ശേഷം പോലും, അല്ല മരിച്ചെങ്കിൽ നോർമൽ ഡെത്ത് ആയിരുന്നു, ആ നോർമൽ ഡെത്തിന് ശേഷം ആ മൃതദേഹത്തെ എങ്ങനെയാണ്, ഏതവസ്ഥയിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത്, ആ അവസ്ഥയിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ ഈ കുടുംബം ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത്, മാധ്യമങ്ങളോട് ഇന്ന് വൈകുന്നേരം ഇന്ന് ഡെഡ് ബോഡിയുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത്, കണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാം നടന്നു, ഇതിനകത്ത് ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് സമാധിയല്ല, അതിനപ്പുറം മഹാസമാധിയിലേക്ക് പോയിരിക്കുന്നു. നാളെ അതിനനുസരിച്ചുള്ള ഒരു ഘോഷയാത്രയോടുകൂടിയൊക്കെയാണ് അത് സമാധിയിലേക്ക് കൊണ്ടുപോവുക. വലിയ സമാധിയായി അതിനെ അവിടെ ക്രിമേഷൻ നടത്തുക, അല്ലെങ്കിൽ അടക്കം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാറായിട്ടുണ്ടോ? അവർക്കങ്ങനെ ക്ലെയിം ചെയ്ത് പോകാറായിട്ടുണ്ടോ? അല്ല, അത്തരത്തിലുള്ള ക്ലെയിം ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പോൾ പ്രൈമാ ഫേസി ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് പോലീസ് ഇപ്പോൾ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ബൈറ്റ് കണ്ടു, പോലീസിൻ്റെ നിഗമനവും അത് തന്നെയാണ്. കാരണം ഇത് ഒരു കുടുംബത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ല സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു ക്രിമിനൽ ഒഫൻസ് ആരെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് സ്റ്റേറ്റ് എല്ലാ ആളുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിനും ഭരണകൂടത്തിനുമെല്ലാം ഇതിൻ്റെ ദുരൂഹതകൾ, അതിനകത്ത് വേറെ യാതൊരു കാര്യവുമില്ല. കാരണം സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും അവമതിപ്പിക്കാനോ വേണ്ടിയല്ല. ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിന്റെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണം. അത് തന്നെയാണ് സ്റ്റേറ്റ് ശ്രമിക്കുന്നത്. വളരെ വളരെ കൃത്യമാണ്.